ഫ്രണ്ട്സ്, നമ്മളൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരുപാട് മത്തി അയിലേക്കൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അല്ലെ. അപ്പൊ എനിക്ക് ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ചധികം മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അതിൽ ഒരുപാട് എണറുണ്ടായിരുന്നു. അപ്പൊ ആ എണർ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു. കൂടുതൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ, അധികമായിട്ടൊന്നും വേണ്ട. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് എണറാട്ടോ. ഈ എണർ ഫുൾ മത്തിയുടെ എണറാട്ടോ. നല്ല എണർ ഞാൻ ഇന്നലെ തന്നെ നന്നായി ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് പെരക്കി വെച്ചതാണ് കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര എണർ നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിൽ കയ്യിൻ്റെ അളവിലാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ, അരി. അതായത് നമ്മുടെ വീട്ടിൽ ചോറെല്ലാം വെക്കാൻ എടുക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിയാണ് ഞാൻ എടുത്തത്, പൊന്നി അരി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക, ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അരിപ്പേരിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും അരി വേണം നമുക്ക്. അടുത്തത് കുറച്ച് തേങ്ങയാണ് കേട്ടോ, നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയാണ്. അപ്പോൾ എണറിൻ്റെ അളവ് എത്രയാണോ ആ അളവിൽ തന്നെ കുറച്ച് തേങ്ങ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. വളരെ ചിലവ് കുറഞ്ഞ ഐറ്റംസ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന ഐറ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ, വയോ. ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വരില്ലേ, ഈ അരിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിലാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എണറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുറച്ച് വലിയ എണറായതുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലോണ്ട് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇങ്ങനെ വാട്ട് നന്നായിട്ട് ഇളം തീയിലാണ് കേട്ടോ. സ്ലിം ഒന്ന് കുറച്ച് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയ തീയിലിട്ടാണ് ഇളക്കേണ്ടത്. ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. ചെറു തീയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്യണേ. അതുകൂടെ നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട്, അതായത് എണറിൽ ഇന്നലെ തന്നെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒന്ന് നമ്മൾ ഉണ്ടാക്കി കഴിയാനാവുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഉപ്പുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉപ്പ് പിടിച്ചിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അപ്പം ഈ ഉപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ മാത്രം ആഡ് ചെയ്തു. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട. ഞാൻ കാണിച്ചു തന്ന അതേ ക്വാണ്ടിറ്റി വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി ആ തേങ്ങ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ. അപ്പം നല്ല അടിപൊളി എണറുപ്പേരിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതായത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് സെർവ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റോ. നമുക്കൊന്ന് ചോറിനേക്കാളും കൂടുതൽ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ട കൂടെ അങ്ങനത്തെ ഒക്കെ കിട്ടുന്നു. അതായത് എണറ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക്, അത് കുട്ടികൾക്കൊന്നും എണറ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്ത് കൊടുത്ത അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങളെല്ലാം വീട്ടിൽ മസ്റ്റായി ട്രൈ ചെയ്യണം. അപ്പം ഇതെൻ്റെ ഹസ്ബൻഡ് അമ്മ കാണിച്ചൊരു വെറൈറ്റി ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ബൈ.